ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. അവസാന സമയം ഈ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ കീമിന്റെ മറ്റ് ഷെഡ്യൂളുകളിലേക്ക് എക്സാം എഴുതാൻ പോകുന്നവരും ഒക്കെ തീർച്ചയായിട്ടും ഓർമ്മിച്ച് വെക്കുക. കീം പരീക്ഷയ്ക്ക് ഉഡായിപ്പ് അല്ലെങ്കിൽ കറക്കി കുത്തണോ എന്ന് ചോദിക്കുന്ന പലരോടുമായിട്ട് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്താണ്, നമുക്ക് സാധാരണ ഒരു ഐഡിയയും ഇല്ലാതെ പോയി കറക്കി കുത്തി മാർക്ക് വളരെയധികം കുറയ്ക്കുന്ന, റാങ്കിൽ വളരെയധികം താഴോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചോ അല്ലെങ്കിൽ എത്രത്തോളം റിവീസ് ചെയ്തോ എന്നതിലൊന്നുമല്ല കാര്യം. അതൊരു ഫാക്ടർ ആണെങ്കിൽ പോലും അവസാന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആ ചെറിയ ടൈം ഫ്രെയിമിൽ ഓർത്തെടുത്ത് എഴുതുന്ന ആ ഒരു മിടുക്കിനാണ് കീം പോലുള്ള എൻട്രൻസ് ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് യഥാർത്ഥത്തിൽ റിവാർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നതിനും അപ്പുറം ഒരു സിക്സ്ത് സെൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ് ഫാക്ടർ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു മാർക്ക് അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കും. അപ്പോൾ അതിനെ തന്നെ നമുക്ക് കറക്കിക്കുത്ത് എന്ന് വിളിക്കാം. അപ്പോൾ കണ്ണും പൂട്ടിയുള്ള ഒരു കറക്കിക്കുത്തല്ല, മറിച്ച് നിങ്ങളുടെ CBT ലെവലിലെ എക്സാമിന് തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഒന്നായിരിക്കും എന്ത് നിങ്ങളുടെ മുന്നിലുള്ള റൈറ്റ് ആൻസർ, റിയൽ ആൻസർ. അപ്പോൾ ആ ആൻസറിലേക്ക് എത്തുക എന്നുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ എലിമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ഡയറക്റ്റ് ശരിയുത്തരം അറിയാമായിരിക്കും, നിങ്ങൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യും, മാർക്ക് ഉറപ്പിക്കാം, ഗ്യാരണ്ടീഡ് ആക്കാം. പക്ഷേ ഒരു സാധാരണ ആവറേജ് ലെവൽ വിദ്യാർത്ഥി ആ രീതിയിൽ മാത്രം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ പേപ്പറിലും, ഫോർ എക്സാമ്പിൾ 75 മാർക്കുള്ള ഒരു പേപ്പർ 1 തന്നെ എടുക്കുക. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 40 അല്ലെങ്കിൽ 38 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ആൻസേഴ്സ് ശരിയാണ്, ബാക്കി എല്ലാം കിട്ടാൽ പോലും കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു സ്കോറോ റാങ്കിലൊക്കെ എത്താൻ പറ്റില്ല. അവിടെ നമ്മൾ എന്തായാലും കാൽക്കുലേറ്റീവ് ആയിട്ട് റിസ്ക് എടുക്കണം. എങ്ങനെ? നമ്മൾ വിട്ടിട്ടുള്ള, അതായത് അറ്റൻഡ് ചെയ്യാതെ പോയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഒരു സെക്കൻഡ് ട്രൈ നടത്തുക എന്നുള്ളതാണ്. അതിലും ഒട്ടും അറിഞ്ഞുകൂടാത്ത, വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള, സീറോ ഐഡിയ ഉള്ളതിനെല്ലാം മുഴുവനായിട്ട് ഒഴിവാക്കുക. കാരണം അത് ഇൻ കേസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 38 എണ്ണം ശരിയാക്കി വെച്ചിട്ടുണ്ട്, 4 മാർക്ക് ഓരോ ക്വസ്റ്റ്യനും റൈറ്റ് ആൻസേഴ്സിന് കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് ഓരോ മാർക്ക് മൈനസ് ആകും. മറിച്ച് ആ ഒരു സെക്കൻഡ് ട്രൈയിൽ കുറച്ചെങ്കിലും കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി എടുത്തിട്ട്, മീൻസ് സേവ് ആൻഡ് സബ്മിറ്റ് ഉണ്ട്, അതിന് മുമ്പ് പ്രിവ്യൂ ഉണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ കമ്പ്യൂട്ടറുകളിൽ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ അതിലെന്താണ്, ഒരു സ്മാർട്ട് ഗസ് വർക്കാണ്. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് അറിയാത്തത് ഒഴിവാക്കുക, മീൻസ് സാധ്യതയില്ലാത്തത് ഒഴിവാക്കുക, എലിമിനേഷൻ എന്നൊക്കെ പറയും അല്ലേ. അങ്ങനെ ഒഴിവാക്കി വരുമ്പോൾ നമ്മുടെ മുന്നിൽ അവസാനം 50-50 ഒക്കെ പോയിട്ട് 2 ഉത്തരങ്ങളായിരിക്കും. ബാക്കിയെല്ലാം നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും, അതാകാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള 2 എണ്ണം വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സിക്സ്ത് സെൻസ് അല്ലെങ്കിൽ സ്മാർട്ട് ഗസ് വർക്കിംഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് എന്തായാലും ശരിയുത്തരം ആവാനുള്ള ചാൻസ് 50-50 ആണ്. നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് ഏതെങ്കിലും ഒരു ഓപ്ഷനിലോട്ട് ചായവുണ്ട് എങ്കിൽ അവിടെ ഒരു 60-40 ആയിരിക്കും. അവിടെ ഇൻ കേസ് നിങ്ങൾ ശരിയാക്കുന്നു, ഒരു 10 ക്വസ്റ്റ്യൻ ആ രീതിയിലുണ്ടെന്ന് വിചാരിക്കുക, എലിമിനേറ്റ് ചെയ്തിട്ട് എന്താണ്, നിങ്ങൾ ഇതുപോലെ ലാസ്റ്റ് 2 ഓപ്ഷനിലേക്ക് എത്തി, ആ 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾ കറക്കി കുത്തുകയാണ്, ആ 2ൽ 1 ശരിയാണ്. സാധാരണ പ്രോബബിലിറ്റി അനുസരിച്ച് 50-50 ആണ്. ഈ 10 ക്വസ്റ്റ്യനിൽ 5 എണ്ണം ശരിയായി, 5 എണ്ണം തെറ്റിയെന്ന് വിചാരിക്കുക, എങ്കിൽ പോലും സ്റ്റിൽ ലാഭം നിങ്ങൾക്കാണ്. കാരണം ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ മാർക്ക് 0 ആണ്. പക്ഷെ ആ 10 ക്വസ്റ്റ്യൻ ഈ പറയുന്ന പോലെ എലിമിനേഷൻ ചെയ്ത് അവസാനം കറക്കി കുത്തി കഴിഞ്ഞാൽ 5 എണ്ണം ശരിയാകുന്നു, 5 എണ്ണം തെറ്റുന്നു. സിമ്പിൾ. 5 എണ്ണം ശരിയാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 20 ആണ്. 5 എണ്ണം തെറ്റിയാൽ നിങ്ങൾക്ക് പോകുന്ന മാർക്ക് വെറും 5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനലായിട്ട് കിട്ടുന്ന മാർക്ക് 15 ആണ്. അതായത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് അവസാന സമയത്ത് നിങ്ങൾ നടത്തുന്ന ഈ സ്മാർട്ട് ഗസ് വർക്കിംഗ്. പക്ഷേ ഒരു 90% ക്വസ്റ്റ്യനൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഇത്തരത്തിലുള്ള പണിക്ക് പോകരുത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ എന്തായാലും അവസാന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം അനുസരിച്ച് വേണം ഈ ഒരു സ്മാർട്ട് ഗസ് വർക്കിംഗ് ഫൈനൽ മിനിറ്റിൽ ചെയ്യാൻ. ഇത് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ടൈം ഫാക്ടറാണ്. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് ഇതിനൊരു സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നത്. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കീം റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ബൈ.